Hi friends, welcome to Geethu's Kitchen. അപ്പോൾ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മയോണൈസ് ആണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ച ഒരു കാര്യമാണ് ഈ മയോണൈസ് എങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്നത്. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത ചിക്കൻ ഷവർമയിലും അതുപോലെ തന്നെ ബീഫ് ബർഗറിൻ്റെ റെസിപ്പിയിലുമൊക്കെ ഞാൻ മയോണൈസ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹാൻഡ് ബ്ലെൻഡർ ഒന്നും ഇല്ലാതെ തന്നെ മിക്സിയുടെ ജാറിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ മയോണൈസ് തയ്യാറാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഞാനിവിടെ 3 മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത്, 2-3 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ വിനാഗിരി, 1/4 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും സാധനങ്ങൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ഹോളുള്ളൊരു ജാറാണ് എടുത്തിട്ടുള്ളത്. ഹോളുള്ള ജാറായതുകൊണ്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് കുറേശ്ശെയായി ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അതല്ല ഹോളുള്ള ജാറില്ല എങ്കിൽ നമുക്ക് ആദ്യത്തെ ചേരുവകളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം പകുതി ഓയിൽ, ഏകദേശം 1 കപ്പ് ഓയിൽ ഇതിന് വേണ്ടി വരും. അതിൻ്റെ അകത്ത് പകുതി ഓയിൽ ഒഴിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ബാക്കി പകുതി കൂടി ഒഴിച്ച് ബ്ലെൻഡ് ചെയ്താൽ ഇതേ ടെക്സ്ചറിൽ തന്നെ നമുക്ക് മയോണൈസ് കിട്ടും. ഓയിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ടെക്സ്ചറൊക്കെ മാറി വരുന്നത്. ഇപ്പോൾ നമുക്ക് ഓയിലൊക്കെ പാകത്തിനായിട്ടുണ്ട്. നമ്മുടെ മയോണൈസിൻ്റെ ടെക്സ്ചറൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ മയോണൈസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ്, ഇപ്പോൾ ഈ മയോണൈസിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം ഒന്ന് ബാലൻസ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാത്തിൻ്റെയും ഒരു മീഡിയം ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് കൂടുതൽ നിൽക്കണം, ഗാർലിക് മയം ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2-3 അല്ലി വെളുത്തുള്ളി കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ല ഇതിൻ്റെ അകത്ത് പെപ്പർ പൗഡറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.